എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ മുട്ടക്കറിക്കൊക്കെ നല്ല ടേസ്റ്റ്. അപ്പോൾ നാടൻ രീതിയിലാണുള്ള കറിയാണ് കേട്ടോ ഇത്. ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കാം. 3-4 കൊല്ലമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് 2 സവാള എടുത്തിട്ട് നീളത്തിൽ നന്നായിട്ട് കനം കുറച്ചാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. അതും ഒരു 3-4 പച്ചമുളകും നീളത്തിൽ കീറിയത് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ വഴന്ന് വരണം കേട്ടോ ഈ മുട്ടക്കറിക്ക്, എന്നാലാണ് കേട്ടോ ടേസ്റ്റുള്ള. ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പതുക്കെ വാടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. വഴന്നു വന്നതിന് ശേഷം എന്താ ഒരു മീഡിയം സൈസ് പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് സവാളയും തക്കാളി ഇതൊക്കെ കൂടി ഒന്ന് വഴന്നു വരട്ടെ. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറി മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. അതൊരു 2 ടീസ്പൂണോളം ചേർത്തെടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ അത്ര മതി കേട്ടോ. മുളക് പൊടി കുറച്ച് മതി. 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ അതാ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് നമുക്ക് ഇതിലൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതാ കുറച്ച് ചൂട് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒരു 1/2 കപ്പ് വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ അത് നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് സെറ്റായിട്ടൊരു കുഴമ്പ് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് തേങ്ങ ചിരകിയിട്ട് അതൊന്ന് നല്ല പോലെ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ 2ാം പാലൊന്നും അല്ല കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. നല്ല ആദ്യത്തെ കട്ടിപ്പാൽ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിനി മുട്ട ചേർത്ത് കൊടുക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതാ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഓരോന്നും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മുട്ട പുഴുങ്ങി കുറച്ച് വെളിച്ചെണ്ണയിലും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ ബാക്കി വന്നിരുന്ന വെളിച്ചെണ്ണയുടെ ഒരു മസാല ഉണ്ടല്ലോ അതും കൂടി മേളിൽ ഒഴിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല അനുഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.